വിശ്വാസി ഹൃദയാന്തരങ്ങളിൽ കുളിര് പരത്തുന്ന പുണ്യങ്ങളുടെ പൂക്കാലം. പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ കടപ്പുറം മൂസ റോഡ് ഖാദിരിയ മസ്ജിദ് ഒരുങ്ങിക്കഴിഞ്ഞു. തറാവീഹ് നമസ്കാരം രാത്രി 8:30 മുതൽ. സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനെ അംഗീകരിച്ച് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. മനുഷ്യനെ പിഴപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള മനുഷ്യന്റെ വ്യക്തമായ ശത്രുവായിട്ടുള്ള ശൈത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഇന്ന ശൈത്താന ഖാല, ശൈത്താൻ പറഞ്ഞു, വഇസ്സതിക യാ റബ്ബ് ലാ അബ്റഹു വഗ്വി ഇബാദക മാ ദാമത് അർവാഹും ഫി അജ്സാദിഹിം. നിന്റെ പ്രതാപം തന്നെയാണ് റബ്ബേ, നിന്റെ അടിമകൾ അവരെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ശരീരത്തിൽ അവരുടെ റൂഹ് ബാക്കിയാവുന്നോളം കാലം, മരണം വരെ ഞാൻ അവരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല റബ്ബ് വഇസ്സതി വജലാലി, എന്റെ പ്രതാപം തന്നെയാണ്, എന്റെ മഹത്വം തന്നെയാണ്, ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്ന കാലം അത്രയും, അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്ന അത്രയും ഞാൻ അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തേണ്ടേയിരിക്കും. സഹോദരങ്ങളെ, നാം എത്ര പാപങ്ങളിൽ അകപ്പെട്ടാലും എത്ര തിന്മകളിൽ വീടുപോയാലും ഒരിക്കലും ഇങ്ങനെ തന്നെ മതി എന്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നല്ല നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതേസമയം അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിൽ ഖേദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും മടങ്ങില്ല എന്നുള്ള ദൃഢമായ നിശ്ചയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത്. വീണ്ടും പാപം സംഭവിച്ചു പോയാലോ വീണ്ടും തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ കൊണ്ടും അല്ലാഹുവിലേക്ക് മടങ്ങണം. വീണ്ടും സംഭവിച്ചു പോയാലോ വീണ്ടും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു വ്യക്തി പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഹദുനാ യുദ്രിബ്, ഞങ്ങളിൽ ഒരാൾ പാപം ചെയ്തു, എന്താണ് അവന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുക്തബു അലൈഹി, അവന്റെ മേൽ അത് രേഖപ്പെടുത്തപ്പെടും, ഒരു പാപം ചെയ്തതായിട്ട് രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ ആ വ്യക്തി വീണ്ടും ചോദിച്ചു, തുമ്മ യസ്തഗ്ഫിറു മിൻഹു, പിന്നീട് അവൻ ആ പാപത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയാലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഗ്ഫറു ലഹു വയുതാബു അലൈഹി, അവൻ ആ പാപം പൊറുക്കപ്പെടും, അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും.